പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് നമുക്കറിയാം. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വികസിച്ചു വരുന്ന മതം അതാണ്. 2050 ആകുമ്പോഴേക്കെന്ന് ഒരു പഠനം, അത്രയ്ക്ക് കാത്തു നിൽക്കേണ്ട, 2035 ആകുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും വലിയ മതമായി അത് മാറുമെന്ന് ഔദ്യോഗികമായ അക്കാഡമിക് സ്റ്റഡികളുണ്ട് നിരവധി. അവരാശങ്ക കൊണ്ടാണ് പലപ്പോഴും ഇസ്ലാം സമം ടെററിസം എന്ന ക്ലീഷേ നിർമ്മിക്കാൻ ശത്രുക്കളെല്ലാം ചേർന്ന് കഠിനാധ്വാനം ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് ജർമ്മനിയിൽ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായി ജനങ്ങളെല്ലാം തിങ്ങിക്കൂടിയിരിക്കുന്നിടത്ത് മുസ്ലിം പേരുള്ള സൗദിയിൽ നിന്ന് ഓടി അഭയം പ്രാപിച്ച ഒരു യുക്തിവാദി ട്രക്ക് ഇടിച്ചു കയറ്റുകയും 30-ലധികം ആളുകളെ കൊന്നുകളയും ചെയ്തത്. പേര് മുസ്ലിമാണ്. ചിലപ്പോഴൊക്കെ കൊലപാതകത്തിൻ്റെ തെളിവ് നശിപ്പിക്കാൻ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിക്കുന്നതൊക്കെ നമുക്ക് പരിചയമുണ്ട്. പേര് മുസ്ലിമാണ്. അയാളാണ് ഈ നിഷ്ഠൂരമായ കർമ്മം ചെയ്തത്. അപ്പോൾ അത് ഇസ്ലാമിന് മൊത്തം ആവണം. 2001 സെപ്റ്റംബർ 11 നടന്ന വേൾഡ് ട്രേഡ് സെന്റർ അക്രമത്തെ പലരും ആലോചിക്കുന്നുണ്ടാവും. എന്തിനായിരുന്നു ആ അക്രമം? 5000 ചില്ലാനം ആളുകളെയാണ് പച്ചക്ക് കൊലക്ക് കൊടുത്തത്. എന്തിനായിരുന്നു അത്? നോൺ ചോംസ്കിയെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ സമർത്ഥിക്കുന്നു, ഇസ്ലാം സമം ഭീകരത എന്ന ക്ലീശയെ നിർമ്മിക്കാനുള്ള ഏറ്റവും ഗംഭീരമായൊരു പദ്ധതിയായിരുന്നു അത്. സ്വന്തം ആളുകളെ കുരുതി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അത്ത എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനുകാരനാകുന്ന, അവിടുത്തെ പ്രാദേശിക ഭാഷയാകുന്ന പഷ്തു പോലും വായിക്കാൻ അറിയാത്ത ഒരു ചെറുപ്പക്കാരനും 4 ആളുകളും ചേർന്ന് 5 അമേരിക്കൻ വിമാനങ്ങൾ തട്ടിയെടുക്കുന്നു എന്നാണ് അതിൻ്റെ കഥയുടെ തുടക്കം. തട്ടിയെടുത്തിട്ട് അവർ 500-ലേറെ കിലോമീറ്റർ ദൂരത്തേക്ക് അമേരിക്കയുടെ അന്തരീക്ഷത്തിലൂടെ പറപ്പിച്ചു പോകുന്നു. എന്നിട്ട് 3 വിമാനം വേൾഡ് ട്രേഡ് സെന്ററിലും 2 പെന്റഗണിലും ഇടിച്ചു കയറ്റുന്നു. ലോകത്തൊരു ഇല വീണാൽ ഞങ്ങൾ അറിയുമെന്ന് അഭിമാനിക്കുന്ന അമേരിക്കക്കാരന് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റാതെയാകുന്നു. അതിലേറെ ഇന്ത്യയുടെ രാഷ്ട്രപതി JPJ അബ്ദുൽ കലാം, ഇന്ത്യയിലെ സെലിബ്രിറ്റികളിൽ പ്രമുഖനാകുന്ന സിനിമാ നടനാകുന്ന ഒരു ഖാൻ, ഇവരുടെയൊക്കെ പേരിൽ കലാമും ഖാനും ഉള്ളത് കൊണ്ട് അമേരിക്കൻ എയർപോർട്ടിൽ സമ്പൂർണ്ണ നഗ്നരായി പരിശോധിച്ചത് ലോകത്ത് വിവാദമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഖാനെ നമുക്ക് തൽക്കാലം മറക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ 3 സൈന്യത്തിൻ്റെയും പരമാധികാരിയാണ്. ഗ്രീൻ ചാനലിലൂടെ ഒരു പരിശോധനയില്ലാതെ അകത്തേക്ക് കയറേണ്ടയാളാണ്. പക്ഷെ അദ്ദേഹത്തിനെ സമ്പൂർണ്ണമായി നഗ്നനാക്കി പരിശോധിച്ചു. ഈ ഷാറൂഖ് ഖാൻ എന്ന് പറയുന്ന സിനിമക്കാരനെ ഇപ്രകാരം തന്നെ അവർ പരിശോധിച്ചു. ഇതിനായിട്ട് വല്ല ബന്ധമുള്ളത് കൊണ്ടൊന്നുമല്ല. ഭാര്യ പോലും കാഫർ പേരുള്ളവളാണ്. പക്ഷെ പേരിലൊരു ഖാനുണ്ട്. അതന്നെ. അതിനുശേഷമാണ് അദ്ദേഹം വന്ന് വേറൊരു സിനിമ എടുത്തത്. മൈ നെയിം ഈസ് ഖാൻ, ഐ ആം നോട്ട് എ ടെററിസ്റ്റ്. എൻ്റെ പേര് ഖാനാണ്, പക്ഷെ ടെററിസ്റ്റ് അല്ല എന്നും പറഞ്ഞിട്ട് ഇത്രമേൽ ശ്രദ്ധയോടുകൂടെ യാത്രക്കാരെ പരിശോധിക്കുന്ന ആ ഒരു വിമാനത്താവളത്തിൽ അത്തയും 4 പേരും വളരെ സൈലൻ്റായി, വളരെ കൂളായി കയറി കൂടി എന്നാണ് പറയണത്. നമ്മളിങ്ങനെ സങ്കല്പിച്ചു നോക്കുകയാണെങ്കിൽ വിമാനം ഓടിക്കാൻ വേണ്ടി 4-5 പൈലറ്റുമാർ ഇങ്ങനെ ചാവിയും തിരിച്ചാണ് പോകുമ്പോൾ അത് തരുമോ, ഞാനൊന്ന് ഓടിക്കട്ടെ എന്ന് അവർ ചോദിച്ചു കാണും. അപ്പോൾ അവർ പെട്ടെന്ന് വാട്ടോ, ഞങ്ങൾക്ക് അർജൻറ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചാവി കൊടുത്തും കാണും. മനുഷ്യരെ പറ്റിക്കണതിൻ്റെ പൊട്ടത്തരാലോചിച്ച് നോക്കണം. ഇതെന്തിനായിരുന്നു? ഇസ്ലാം ലോകത്തെ ഏറ്റവും വലിയ മതമായി വന്നാൽ ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകൾക്ക് അത് വലിയ ആഘാതമാകും. അവർ മുന്നോട്ട് വെക്കുന്ന ധനാഗമന മാർഗങ്ങളിൽ മിക്കതും അതിൻ്റെ അശ്ലീലത കൊണ്ട് മതം എതിർക്കുന്നതാണ്. പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ ബിസിനസ്സുകളും, പൊയ്ത്തുവെപ്പുകൾ, സെക്സുമായി ബന്ധപ്പെട്ട ടൂറിസം, പോൺ ബിസിനസ്സുകൾ, അങ്ങനെ തുടങ്ങി നല്ല ആരോഗ്യമുള്ള ആൺകുട്ടികൾ ആരോ പറഞ്ഞു പ്രലോഭിപ്പിച്ച് സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 10-12 സർജറി നടത്തി പെണ്ണിൻ്റെ കോലത്തിലാകുന്നത്. ഇതെല്ലാം നാടകം കളിച്ച് തിരശ്ശീലക്ക് പിന്നിൽ കയറു വലിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരാണ് ക്യാപിറ്റലിസ്റ്റുകൾ. ഇന്ന് ലോകം ഭരിക്കുന്നത് അവരാണ്. ചുമന്ന കൊടിയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഭരണാധികാരികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയും ചുമപ്പാണ്.
ലാറ്റിൻ അമേരിക്കയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, പെറുവിലുണ്ടെങ്കിൽ, ബ്രസീലിലാണെങ്കിൽ, അർജന്റീനയിലാണെങ്കിൽ നീലക്കൊടിയായിരിക്കും ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക്. ചുവപ്പ് എന്നുള്ളത് അങ്ങനെ തന്നെ പറഞ്ഞുകൂടാന്നർത്ഥം. ക്യാപിറ്റലിസത്തിന്റെ ശക്തമായ എതിരാളികളായിരുന്നു അവർ ആദ്യഘട്ടത്ത്. ശീതസമരമൊക്കെ നമുക്കറിയാം, റഷ്യയും അമേരിക്കയും തമ്മിലുണ്ടായ. അതിന്റെ ഭാഗമായാണ് നീൽ ആംസ്ട്രോങ് ഒക്കെ ചന്ദ്രനിൽ പോയി എന്ന പ്രചാരണം ഉണ്ടായത് പോലും. ഞാനൊന്നിനെ നിഷേധിക്കല്ല. ഇപ്പോൾ പക്ഷേ എല്ലാവരും ക്യാപിറ്റലിസത്തിന് വിധേയരാണ്. അപ്പൊ ലോകത്തെ നിയന്ത്രിക്കുന്ന അവർക്ക് മതം വലുതായി വന്നാൽ സ്വാഭാവികമായി ക്ഷീണം പറ്റും. നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ലളിതമായ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലുള്ള ഒരു ശരാശരി സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലെ കുട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് 4ഉം 5ഉം കളർ ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ തേച്ചു പിടിപ്പിച്ചിട്ടാണ്. ആദ്യം അവർ പൊട്ടിയിടണം മുഖത്താകെ, അത് പറഞ്ഞു പോകാതിരിക്കാൻ സ്പ്രേ അടിക്കണം. 2, അതിന് തിളക്കം കിട്ടാൻ വേറൊരു സാധനം പൂശണം. 3, പിന്നെ കണ്ണിന് ചുറ്റോറും കറുപ്പ് പെയിന്റ് അടിക്കണം. 4, പിന്നെ ഇവിടൊക്കെ വേറെ കളർ, ചുണ്ടിന് വേറെ കളർ. 5ഉം 6ഉം സാധനം. അതിന്റെ പുറമെ 2, 3 പെർഫ്യൂമുകൾ. ഒരു കുട്ടിക്ക് ഇസ്ലാമിക ബോധം വന്ന് അവളുടെ മുഖം മറച്ച് പുറത്തിറങ്ങുകയാണെങ്കിൽ ഫെയർലോലിയുടെ എത്ര ട്യൂബ് വിതരണം ചെയ്യാതെ പോകുമെന്ന് ആലോചിച്ചു. ഇതാണ് പ്രശ്നം. ഏതെങ്കിലും ഒരു പെൺകുട്ടി ലിബറലിസം കയറി ആണാവാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടി പെണ്ണാവാൻ തീരുമാനിക്കുന്നു, ചുരുങ്ങിയത് മേജർ സർജറികൾ 12 എണ്ണമെങ്കിലും വേണം. അനുബന്ധമായി പ്ലാസ്റ്റിക് സർജറികൾ വേറെ. 2 വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തണം, തുടരണം. നല്ല കോസ്റ്റ്ലിയാണ്. ഓരോ ഹോർമോൺ ട്രീറ്റ്മെന്റിന്റെ മുമ്പിലും 3 ടെസ്റ്റ് നടത്തണം. ഇനി സർജറി ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു കോലം മാറി എന്ന് സങ്കല്പിക്കുക. മരിക്കുവോളം യഥാസമയം ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടേയിരിക്കണം. നൈസർഗികമായി ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ്, സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന ഹോർമോണുകൾ ആണിൻ്റെതും പെണ്ണിൻ്റെതുമാകും. അതിനെ ഓവർകം ചെയ്യും വിധത്തിൽ കൃത്രിമമായ ഹോർമോണുകൾ കുത്തിച്ചേർത്തുകൊണ്ടേയിരിക്കണം. 1-2 മാസങ്ങളിൽ ഇത് ഉപയോഗിക്കാതിരുന്നാൽ അതുവരെ മികപ്പിച്ചു വെച്ച സാധനങ്ങളൊക്കെ ചുങ്ങിപ്പോകും. നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു സർജറിക്ക് എത്രമേൽ സർജിക്കൽ എക്യുപ്മെന്റ്സ് വേണം, ആശുപത്രിവാസം വേണം, നൂല് വേണം, കത്രിക വേണം, മെഡിസിനുകൾ വേണം, കുറേ സംഗതികൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് മെൻസസ് പേഡുകൾ പോലും ധാരാളം വേണം. നമ്മൾ ഏത് ലോകത്താണ് സഞ്ചരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. മെൻസസ് പേഡുകൾ ധാരാളം വേണം. എന്തേ കാര്യം? സർജറി നടത്തിയതിൻ്റെ മുറിവ് സാധാരണഗതിയിൽ മാറാറില്ല. എത്രയോ ട്രാൻസ്വുമനുകൾ നമ്മുടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു. ഏറ്റവും ലാസ്റ്റ് സെലിബ്രിറ്റി ആയിരുന്നു അനന്യകുമാരി അലക്സ്. വേങ്ങര മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു അവർ. പക്ഷേ ആത്മഹത്യ ചെയ്തു. എന്താ കാരണം പറഞ്ഞത്? ഈ പെണ്ണിന്റെ കോലത്തിലാവാൻ നടത്തിയ ശസ്ത്രക്രിയകളുടെ കഠിനമായ വേദന മാറണില്ല എന്ന് പറഞ്ഞതൊന്ന്. രണ്ടാമത്തേത്, ഡെയിലി 18ഉം 19ഉം മെൻസസ് പാഡ് യൂസ് ചെയ്യേണ്ടി വരുന്നു എന്നാണ്. അത്രമേൽ ബ്ലീഡിങ്. വിശദീകരിക്കാൻ സമയത്തിന് പരിമിതിയുണ്ട്. അത്രമേൽ ബ്ലീഡിങ്. മൂന്നാമത് മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഇസ്ലാം ഇങ്ങനെയൊരു അതിക്രമം സ്വന്തം ശരീരത്തോട് പാടില്ലെന്ന് പറയുമ്പോ ക്യാപിറ്റലിസ്റ്റുകളുടെ വലിയ നിധി കുംഭങ്ങളിൽ കുമിഞ്ഞുകൂടേണ്ട കുറെ ഡോളറുകൾ നഷ്ടപ്പെടുന്നു. മനുഷ്യന്മാർ മൃഗീയമായി തോറ്റിട്ടാണെങ്കിലും കഠിനമായ വിഷമങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും പണം വേണം, പണം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് പരിശുദ്ധ ഇസ്ലാം തീവ്രവാദമാണ് എന്ന് പ്രചരിപ്പിക്കേണ്ടി വരുന്നത്. എന്താണ് ലിബറലിസം? സർവതന്ത്ര സ്വതന്ത്രവാദം. 1789 ഫ്രാൻസിലും അതിൻ്റെ കോളനി പ്രദേശങ്ങളിലും ആരംഭിച്ച ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10 വർഷത്തോളം നീണ്ടു നിന്നു അത്. തുടർന്നാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഭരണത്തിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണം നമ്മുടെ മിഡിൽ ഈസ്റ്റ് വരെയും എത്തി. അദ്ദേഹത്തിന്റെ ഭരണം എത്തിയ ഇടങ്ങളിലെല്ലാം ഈ ലിബറലിസം പ്രചരിച്ചു വന്നു. സർവതന്ത്ര സ്വാതന്ത്ര്യവാദം. ഒരാളും എന്നെ നിയന്ത്രിക്കരുത് എന്നതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ദൈവമോ മതമോ ഒന്നും നിയന്ത്രിക്കാൻ പാടില്ല. പിന്നെയോ അവർ തീരുമാനിക്കും എങ്ങനെ ജീവിക്കണമെന്ന്.
അതിൻ്റെ ഭാഗമായാണ് പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ജെൻഡർ മാറിക്കൊണ്ടിരിക്കുന്നത്. മാറാൻ പറ്റുമില്ലേ എന്നതൊക്കെ വേറൊരു കാര്യം. പറഞ്ഞല്ലോ ഞാൻ, അതിലേക്ക് ആഴത്തിൽ ഞാൻ പ്രവേശിക്കല്ല. പരിശുദ്ധ ഇസ്ലാം ഇത്തരം തോന്നിവാസങ്ങളെ എതിർക്കുന്നു. ഇത് മാത്രമല്ല, LGBTQI പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആക്ടിവിസം എന്നൊക്കെ പറയുന്ന വേറൊരു തോന്നിയാസമുണ്ട്. അങ്ങനെയൊക്കെ പറയാവോ എന്നാണ് പല ആളുകളുടെയും വിചാരം. പറഞ്ഞേ തീരൂ. നമ്മുടെ ഭാവി തലമുറയിലേക്ക് ഇത്തരം വൃത്തികേടുകൾ കടന്നു വരാതിരിക്കാൻ നമ്മൾ കാവൽ നിന്നേ തീരൂ. നമുക്ക് ലഭ്യമാകുന്ന എല്ലാ വേദികളിലും ഒച്ചയിട്ടേ തീരൂ. ഈ ചമ്മാടിലാണ് വലിയൊരു ഉലമാക്കളുടെ മദ്രസയിലെ ഉസ്താദുമാർ ഏകദേശം പരിസരത്തുള്ള മൊത്തം ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു ഓഡിറ്റോറിയത്തിലെ ഒരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇറങ്ങിപ്പോകുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചത്, അദ്ദേഹത്തിന്റെ അനുജൻ കല്യാണം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കല്യാണം ആലോചിക്കേണ്ട, എറണാകുളത്തുള്ള എൻ്റെ ഒരു ആൺ സുഹൃത്തുമായി ഞാൻ ഒന്നിച്ച് ജീവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ വിഷമത്തെക്കുറിച്ച്. എന്താ ചെയ്യാന്നാണ്. ഞാനും സംസാരിക്കാന്ന് പറഞ്ഞപ്പോൾ സംസാരിക്കാൻ മൂപ്പരെ കിട്ടൂല എന്ന് പറഞ്ഞു. ഫോൺ വിളിക്കാന്ന് പറഞ്ഞപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യൂല എന്നും പറഞ്ഞു. ഇനി ഫോൺ അറ്റൻഡ് ചെയ്താൽ തന്നെയും ഇത്തരം സംസാരങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ മൂപ്പരത് കട്ടാക്കും, പിന്നെ ആ നമ്പർ ബ്ലോക്ക് ആക്കും. എന്താ ചെയ്യണ്ടു? മെട്രോ സിറ്റിയിലെ കഥയല്ല ഞാൻ പറയണത്. 25,000-ലേറെ ഔദ്യോഗിക സെക്സ് വർക്കേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സോണാഗച്ചി തെരുവിനെ കുറിച്ചല്ല ഞാൻ പറയണത്. നമ്മുടെ ചമ്മാടിനെയും തിരൂരങ്ങാടിയെയും കുറിച്ച്, നമ്മുടെ ഓരോ പ്രദേശങ്ങളെയും കുറിച്ച്. തന്നെ ആരും നിയന്ത്രിക്കാൻ പാടില്ലെന്ന തീരുമാനത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ വ്യാപകമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് വാപ്പനെ കേൾക്കാത്ത മക്കൾ വരുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമാണ് മയക്കുമരുന്നിലും സിന്തറ്റിക് രാസമയക്കുകളിലും നമ്മുടെ യുവതലമുറ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി മാസത്തിൽ മാത്രം മയക്കുമരുന്നിൻ്റെ അഡിക്റ്റായ ആളുകൾ നടത്തിയ കൊലപാതകത്തിൻ്റെ എണ്ണം 7 ഈ കൊച്ചു കേരളത്തിൽ. 7. അതിൽ ഉമ്മയെ നിഷ്ഠൂരമായി അറുത്ത ആഷിക്കുണ്ട്, അപ്പനെ ചവിട്ടിക്കൊന്നവനുണ്ട്. ഏറ്റവും ലാസ്റ്റ് മിനിഞ്ഞാന്ന് വൃദ്ധരായ മാതാപിതാക്കളെ വീടിനകത്ത് വെച്ച് പുറത്തേക്ക് ലോക്ക് ചെയ്ത് വീടിന് തീ കൊളുത്തി ദാരുണമാം വിധം മാതാവിനെയും പിതാവിനെയും കൊന്നുകളഞ്ഞവരുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളല്ലാത്ത വിധത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ട് സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്നു? ചിലർ സംഭവമൊന്നുമല്ലല്ലോ കേൾക്കുന്ന വാർത്തകൾ. അന്യന്റെ ദുഃഖത്തിൽ എനിക്ക് യാതൊരു ബാധ്യതയുമില്ലെന്ന് എല്ലാവരും വിചാരിക്കുന്നു. പേപ്പട്ടിയെപ്പോലെ ഒരു ചെറുപ്പക്കാരനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്ത് വെച്ച് 10-15 ആളുകൾ ചേർന്ന് വലിയ കമ്പിപ്പാരയും പട്ടിക കഷ്ണവുമായി തുരുതുര ആഞ്ഞടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതിൻ്റെ വീഡിയോസും നമ്മളൊക്കെ കണ്ടു. മസ്തിഷ്കം മരവിച്ചു പോകുന്നു. മനുഷ്യത്വം എങ്ങോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓടി രക്ഷപ്പെടാനുള്ള അവസരം പോലും നൽകാതെ 10-15 ആളുകൾ വളഞ്ഞു നിൽക്കുന്നു. ഓഹരി വെച്ച് തല്ലിക്കൊണ്ടിരിക്കുന്നു. പേ പിടിച്ച പട്ടിയല്ല, സഹപാഠിയെ. 26-ാം നിലയിൽ നിന്ന് ചാടിയാണ് ഒരു വിദ്യാർത്ഥി എറണാകുളത്ത് ആത്മഹത്യ ചെയ്തത്. 26-ാം നിലയിൽ നിന്ന് ചാടിയിട്ട്. വലിയ സമ്പന്നന്മാർ മക്കളെ പഠിപ്പിക്കുന്ന ഹോസ്റ്റൽ സംവിധാനമുള്ള ഗ്ലോബൽ സ്കൂൾ, അവൻ്റെ സീനിയർ വിദ്യാർത്ഥികൾ കൊണ്ടുപോയി ആ കുട്ടിയുടെ മുഖം ക്ലോസറ്റിൽ അമർത്തി വെച്ച് ഫ്ലഷ് അടിച്ചതിൻ്റെ ദുഃഖം കൊണ്ടായിരുന്നു ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. എത്രമേൽ ക്രൂരമായ മനസ്സിൻ്റെ ഉടമകളായി മലയാളികൾ മാറുന്നു. സഹപാഠിയെ കൊണ്ടുപോകുന്നു, ക്ലോസറ്റിൽ വീഴ്ത്തുന്നു, എന്നിട്ട് ചവിട്ടി പിടിച്ചവൻ്റെ തല ആ ക്ലോസറ്റിലേക്ക് അമർത്തി വെക്കുന്നു, എന്നിട്ട് ഫ്ലഷ് അടിച്ച് കളിച്ച് രസിക്കുന്നു. മതം വേണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ നാടുകളിലൊക്കെ യുക്തിവാദം പ്രചാരം വന്നതിൻ്റെ ഫലം കണ്ടു തുടങ്ങുകയാണ് നമ്മൾ. ആ രീതിയിൽ അതിനെ വായിക്കാൻ പലർക്കും മടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച്, ശരീരം വെട്ടിമുറിച്ചിട്ട് മറ്റൊന്നാവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരെ കുറിച്ച്, നിത്യരോഗം തിരഞ്ഞെടുക്കുന്നവരെ കുറിച്ച്. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സംവിധാനങ്ങളുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, കോടതിയുണ്ട്.
ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ മനുഷ്യർക്ക് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ ആളില്ലാതെ പോകുന്നതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. കേരളം മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറുന്നു. വ്യഭിചാരവും തോന്നിവാസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ചാടിപ്പോകലൊരു വിഷയമല്ലാതായിത്തീരുന്നു. മാതാപിതാക്കളെ ഭത്സിക്കുന്നത് മനുഷ്യരുടെ സ്ഥിരം സ്വഭാവമായി മാറുന്നു. പലരും സെലിബ്രിറ്റികളാവുന്ന വൃത്തികേട് കാണിച്ചിട്ടാണ്. ആലുവക്കാരിയാവുന്ന ഒരു പെൺകുട്ടിയും താമരശ്ശേരിക്കാരിയാവുന്ന മറ്റൊരു പെൺകുട്ടിയും നിങ്ങളുടെ ചിന്തയിലേക്ക് വരുന്നുണ്ടാകും. ഇന്നവർ ഇന്ത്യയിൽ തന്നെ ലെസ്ബിയൻ വിവാഹത്തിന്റെ ഐക്കണാണ്. അവരുടെ മുമ്പിൽ ഇന്റർവ്യൂക്ക് വേണ്ടി വ്ളോഗർമാര് അപ്പോയിന്റ്മെന്റിന് കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് അവസരം കിട്ടുമ്പോഴെല്ലാം അത്ര വലുതാക്കി അത്ര ആരോഗ്യം പ്രദാനം ചെയ്ത് വിദ്യാഭ്യാസം നൽകിയ മാതാപിതാക്കളെ ഭത്സിച്ചു കൊണ്ടിരിക്കുന്നു. പ്രസവിച്ചിട്ടാ പോരെ, സ്വാതന്ത്ര്യം വേണമെന്നാണ് അവസാനത്തെ ഇന്റർവ്യൂയിൽ ആ പെൺകുട്ടികൾ പറഞ്ഞത്. ആ സ്വാതന്ത്ര്യം മാതാപിതാക്കൾ തടഞ്ഞു വെച്ചു അത്രേ. ആ സ്വാതന്ത്ര്യം മാതാപിതാക്കൾ തടഞ്ഞു വെച്ചു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. സൗദിയിലാണ് അവർ +2 വരെ പഠിച്ചത് രണ്ടുപേരും. സൗദിയിൽ വലിയ എക്സ്പ്രസ് വേകളുടെ മുന്നിലൂടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ആ മാതാപിതാക്കൾ ഇവരുടെ കയ്യും പിടിച്ച് നടക്കുമ്പോൾ ബാല്യകാല കുസൃതിയുടെ ഭാഗമായി ഉമ്മയുടെ കൈ വിടുവിച്ചിട്ട് ആ റോട്ടിലേക്കൊന്ന് ഓടിപ്പോകാൻ ഈ കുട്ടികൾ തീരുമാനിച്ച സന്ദർഭത്തിൽ ഉമ്മ എങ്ങാനും സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ എന്ന് കരുതിയിട്ട് കൈ വിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉമ്മനെ വഴക്ക് പറയാൻ ഈ 2 സാധനങ്ങൾ ഉണ്ടാവാതെ വരുമായിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു ട്രെൻഡാണ് വിവാഹ വിരുദ്ധത. നല്ലൊരു ശതമാനം പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട എന്ന് തീരുമാനം വരുന്നു. എന്തിനാ കല്യാണം എന്നവർ ആലോചിക്കുക? എന്തിനാണ് കല്യാണം എന്നവർ ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി എന്നവർ തീരുമാനിക്കുന്നു. ഫെമിനിസം മുമ്പേ പറഞ്ഞതാണ് കല്യാണം പാടില്ലെന്ന്. കല്യാണം കൊണ്ടാണ് കുടുംബജീവിതം ഉണ്ടാകുന്നത്. കുടുംബജീവിതം സംവിധാനിക്കപ്പെട്ടത് കൊണ്ടാണ് സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് അവരുടെ സമവാക്യം. ലോക ചരിത്രത്തിൽ 1-ാം മനുഷ്യൻ മുതൽ ഇതുവരെയും കുടുംബജീവിതം എന്ന മഹത്തായ സംവിധാനം നിലനിന്നു വന്നു എന്ന കാര്യം അവർ വിസ്മരിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് കുടുംബജീവിതത്തിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോഴും ലിബറലിസം കടന്നു വരും. നീ നല്ല ഡ്രസ്സൊന്നും ഇടണ്ടെന്ന് പറയും. എന്തിനാ നിനക്കൊരു സ്ഥിരം ഭർത്താവ് എന്ന് പറയും. ഇതിലൊക്കെ പാവപ്പെട്ട പെൺകുട്ടികൾ വീണു പോകുന്നു. എന്നിട്ട് അവർ പലരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി ഡ്രസ്സ് നേരിയത് മാത്രം ധരിക്കുന്നു, ബാക്കിയുള്ളതൊക്കെ അഴിച്ചിടുന്നു. എന്താ പറയണത്? ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണത് എന്നാണ് പറയണത്. ഈ താന്തോന്നിത്വത്തിന്റെ പേരാണ് ലിബറലിസം. നമ്മുടെ ഡ്രസ് കോഡ് തീരുമാനിക്കുന്നത് നമ്മളല്ലാതെ വരുന്നത് എന്തുമാത്രം വിഡ്ഢിത്താണ്. നമ്മൾ എന്ത് കഴിക്കണം, എന്ത് ചിന്തിക്കണം, ഏത് രീതിയിൽ വളരണം, നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ എങ്ങനെയാവണം, നമ്മുടെ ഹോബികളും ഹാബിറ്റുകളും എന്താവണം, ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. പക്ഷെ ഇന്ന് അങ്ങനല്ല സംഭവിക്കുന്നത്. പലരും തീരുമാനിക്കുന്നു, നമ്മളെ അതിൽ പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ധാർമ്മികത പുലരുക ലോകത്ത്? എങ്ങനെയാണ് കേരളം ഇനിയും മാതാപിതാക്കളെ മാനിക്കുന്ന സ്റ്റേറ്റായി മാറുക? സാധ്യമല്ലെന്ന് പലരും പ്രവചിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് വിട്ടുകൊടുക്കാൻ പാടില്ല. ഈ സാസിലെ മുത്താലിമീങ്ങളെ ശ്രദ്ധിക്കുക. അവരുടെ ഉസ്താദ് ജസ്റ്റ് വേറൊരു ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അവരൊക്കെ എഴുന്നേറ്റ് നിന്നു. ആരും അവരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആക്ഷം കാണിച്ചിട്ടില്ല. അവരുടെ ഉസ്താദ് അവരോടൊന്ന് പൊങ്ങുമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അവരുടെ ഉസ്താദ് എഴുന്നേൽക്കുന്നു, പിന്നെ അവർക്ക് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റാതെ വരുന്നു. കരിയലൊഴിച്ചിട്ട് അധ്യാപകനെ ഘോരവ വിളിക്കുന്നില്ല. അവർ അധ്യാപകനോട് പുറത്തങ്ങോട്ട് ഇറങ്ങട്ടെ, തട്ടിക്കളയും, എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന് അവർ പറയണില്ല. അവർ ആത്മീക കാര്യങ്ങൾ പഠിക്കുന്നു, അതോടൊപ്പം ഭൗതികമായ വിഷയങ്ങളിൽ പരമാധിപതിക്കപ്പുറം പഠനം നടത്തുന്നു. ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരുന്നില്ലെങ്കിൽ, എല്ലാവരും മുത്താലിമകളാവാന്നല്ല ഞാൻ പറയണത്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ്, അത് മറ്റൊരു കാര്യം. മതത്തെ മതമായി ഉൾക്കൊള്ളാനും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളെ അவ்விதം മാത്രം സമീപിക്കാനും നമ്മുടെ മക്കൾക്ക് പാഠം ലഭ്യമാകണം. അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നത് അവരല്ലാതെയായി തീരും. നമ്മൾ ആലോചിച്ച് നോക്ക്.
വളാഞ്ചേരിക്കാരനാകുന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിലെ പ്രമുഖമായൊരു ചാനലിൽ വന്ന് അരമണിക്കൂറിലേറെ ഇന്റർവ്യൂ നൽകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. 23 വയസ്സ് വരെയും ആ ചെറുപ്പക്കാരൻ സിഗരറ്റ് പോലും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു, ഒരു പ്രാവശ്യം പോലും. പിന്നെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് നമുക്കൊന്ന് യാത്ര പോവല്ലേ എന്ന് ചോദിച്ചു. അങ്ങ് അകലേക്കൊന്നുമല്ല, മാജിക് മഷ്റൂം തിന്ന് 24 മണിക്കൂർ ബോധം കെട്ട് കിടക്കാൻ ഊട്ടിയിലേക്കുമല്ല, നമ്മുടെ കോഴിക്കോട്ടേക്ക്, നമ്മുടെ കോഴിക്കോട് കടപ്പുറത്തേക്ക്. കടലും കണ്ടിരിക്കുമ്പോൾ കാറ്റും കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ വെറുതെ ഒരു പ്രലോഭനം മുന്നോട്ട് വെക്കുന്നു. ഒരു ചെറിയ സാധനം ഉണ്ട്, അതൊന്ന് ഉപയോഗിച്ച് വെക്ക്, നല്ല ഉഷാറുണ്ടാവും. നിസാം എന്ന ചെറുപ്പക്കാരൻ അതിൻ്റെ അപകടം തിരിച്ചറിയുന്നു, എനിക്ക് വേണ്ട എന്ന് പറയുന്നു. പക്ഷെ അവരുടെ സ്നേഹപൂർവമായ പ്രലോഭനം, നിർബന്ധം, ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചത് കൊണ്ട് എന്താണ് എന്നുള്ള പ്രലോഭനം, നല്ല ധൈര്യം കിട്ടും, നീ എന്തിനാ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് എന്നുള്ള അവരുടെ നിരന്തരമായ മോട്ടിവേഷൻ. ജീവിതത്തിൻ്റെ ദുർബലമായ ആ ഒരു നിമിഷത്തിൽ നിസാം ആ സാധനം വാങ്ങി ഉപയോഗിക്കുകയാണ്. ഞാൻ ആ കുട്ടിയുടെ പേര് പറയുന്നത് യഥാർത്ഥ പേരെന്നെ. അവൻ പറയുന്നുണ്ട്, എൻ്റെ പേര് അങ്ങനെ തന്നെ കൊടുക്കണം, മാറ്റി കൊടുക്കരുത് എന്ന്. എൻ്റെ മുഖം സ്ക്രീനിൽ കാണുമ്പോൾ മായ്ച്ചിടരുത്, എൻ്റെ ഒറിജിനൽ സ്വരൂപം കാണണം. കാരണം ഏതെങ്കിലും ഒരാൾക്ക് 4 കാലിൽ മാത്രം നടക്കാൻ കഴിയുന്നവർക്ക്, കഷ്ടിച്ച് 3 വർഷം മാത്രം ജീവിച്ചാൽ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാനിരിക്കുന്നവർക്ക്, സിന്തറ്റിക് രാസമരുന്നുകൾ കൊണ്ട് മാത്രം വയലന്റ് ആവാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവർക്ക് ഞാനൊരു പാഠമാകണം എന്നാണ് ആ കുട്ടി പറയണത്. ആ ഒരൊറ്റ ഉപയോഗത്തോടു കൂടെ MDMAക്ക് അഡിക്റ്റ് ആകുന്നു ആ ഒരു ചെറുപ്പക്കാരൻ. പിന്നെ നിരന്തരം അത് ഉപയോഗിക്കണം, ഓരോ ദിവസവും ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവരണം. ആദ്യം കിട്ടിയ പൈസക്കല്ല പിന്നെ കിട്ടുക. ഇവൻ അതിൻ്റെ കഠിനമായ അഡിക്റ്റ് ആകുമ്പോൾ അവർ തോന്നിയ വില പറയും, പക്ഷേ വാങ്ങാതെ കഴിയില്ല. 24 മണിക്കൂർ ആകുമ്പോഴത്തിന് കാല് പറക്കും, തല പറക്കും, തല ചുമരിനിടിക്കും, ബ്ലീഡിങ് വരുന്നത് നക്കി കുടിക്കും. 4 ഘട്ടങ്ങളാണ് ഇതിനുള്ളത്. ആദ്യ ഘട്ടത്തിൽ ഭയങ്കരമായ ധൈര്യമായിരിക്കും, എന്തിനും ധൈര്യം. രണ്ടാമത്തെ ഘട്ടത്തിൽ ഗംഭീരമായ ദുഃഖത്തിലേക്ക് അത് വഴിമാറും, എപ്പോഴും ദുഃഖിച്ചിരിക്കും, വിഷാദം കൊണ്ട് പൊറുതിമുട്ടും. മൂന്നാമത്തെ ഘട്ടത്തിൽ വയലന്റ് ആകും, എന്തിനേയും എതിർക്കും, നല്ല ഇഷ്ടമുള്ള പെൺകുട്ടികളെ, സ്വന്തം കുട്ടികളെ, പേരക്കുട്ടികളൊക്കെ ആക്രമിക്കും. 4ാമത്തെ ഘട്ടത്തിലെത്തുമ്പോഴേക്ക് എല്ലാത്തിനെയും പേടി തുടങ്ങും. കാക്കി ഷർട്ടിട്ടൊരു ഓട്ടോറിക്ഷക്കാരനെ കണ്ട അതേ പോലീസ് പിടിക്കാൻ വരുന്നു എന്ന് വിചാരിക്കും. 2 ആളപ്പുറം നിന്ന് സംസാരിക്കുന്നത് കേട്ടാൽ എന്നെ പിടിക്കാൻ വേണ്ടി പോലീസിന് വിളിച്ചു പറയാനുള്ള പദ്ധതി തയ്യാറാക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കും. ഇനി എൻ്റെ മുന്നിൽ ഒരൊറ്റ മാർഗം, മരണം, മരണം, മരണം. ആത്മഹത്യയിലേക്ക് എത്തുന്നു. എത്ര ആയിരം ചെറുപ്പക്കാർ. ആദ്യ ഘട്ടത്തിൽ ഫ്രീക്കന്മാർ എന്ന പേര് നമ്മൾ ഒഴിച്ചു നിർത്തുന്ന കുറെ ആളുകളുണ്ട്. ലിബറലിസത്തിന്റെയും നവയുക്തിവാദത്തിന്റെയും സ്വാധീനം ഈ തലമുറയെ എത്രമേൽ മാരകമായി ഉപദ്രവിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഞാൻ പറയുന്നത്. ചോദിക്കാൻ ആരുമില്ല, ദൈവം ഇടപെടാൻ പാടില്ല, മതം പാടില്ല, വേദഗ്രന്ഥങ്ങൾ എനിക്ക് സംഗതമേയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും മതപരമായി നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 6-ാം നൂറ്റാണ്ടിൽ ഏതോ ഒരു കാട്ടറബിയുടെ വർത്തമാനമാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നഅൂദുബില്ല. ഒന്നിനും ഒരു വിലല്ല. താന്തോന്നികൾ, തനിത്താന്തോന്നികൾ, അവരുടെ മുമ്പിൽ ലോകം വിശാലമാണ്, എന്തും അവർക്ക് അന്യമല്ല. എത്രത്തോളം ഇൻസിസ്റ്റിന് വരെയും നമ്മുടെ കേരളത്തിൽ പ്രചാരണങ്ങളുണ്ടായി. യോഗങ്ങളിൽ യുക്തിവാദികളുടെ നേതാക്കൾ അത് വിശദീകരിച്ചു. ഇൻസിസ്റ്റ്, അഗമ്യഗമമെന്ന് മലയാളം പറയാം. ഒന്നുകൂടെ വിശദീകരിച്ചാൽ, സ്വന്തം മോളെയും അമ്മയെയും സഹോദരിയെയും ലൈംഗിക ചേഷ്ടക്ക് വിധേയരാക്കുന്ന വൃത്തികേട്, ഇതാ ഇൻസിസ്റ്റ്. LGBTQIA++ നിർത്താൻ അവസാനിക്കുന്നില്ലെന്നർത്ഥം. ഇനി അതിലേക്ക് N വരും, നെക്രോഫീലിയ, ശവരതി. P വരും, പീഡോഫീലിയ. ഓരോന്നോരോന്ന് കടന്നു വരാണ്ട്. ഇത് നോട്ട് ഔട്ടാണ്, സ്റ്റാർ വെച്ച് നിർത്തിയിരിക്കുകയാണ്. മതം ഒരു വിഷയമേ അല്ലെന്ന് അവർ തീരുമാനിക്കുന്നു. അപ്പൊ പിന്നെ പരമാവധി ജീവിതം എൻജോയ് ചെയ്യണം. അതിന് ഏത് മയക്കുമരുന്നും ഉപയോഗപ്പെടുത്തും, ഏത് മയക്കുമരുന്നും ഉപയോഗപ്പെടുത്തും. മതത്തെ മാറ്റി നിർത്തിയിട്ട് ധർമ്മനിഷ്ഠരായി ജീവിക്കാൻ എങ്ങനെ സാധിക്കാൻ? കേരളം ദേശീയ ശരാശരിയേക്കാളും 4 ഇരട്ടി ആത്മഹത്യ നടക്കുന്ന നാടാണ്. 4 ഇരട്ടി.
വിദ്യാഭ്യാസമില്ലാത്ത ബീഹാറുകാരൻ, നമ്മൾ അങ്ങനെയാണ് അവരെ പറയൽ. അവർ ചെയ്യാത്ത വിധം ആത്മഹത്യ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. എന്തുകൊണ്ട്? ഔദ്യോഗികമായ സ്റ്റഡികൾ പരിശോധിക്കണം. മുൻ പോലീസ് ഓഫീസർ സിബി മാത്യുവിൻ്റെ മലയാളികൾ ഇങ്ങനെ മരിക്കണോ എന്ന പുസ്തകം വിപണിയിൽ ലഭ്യമാണ്. അതിൻ്റെ ഏറ്റവും പുതിയ എഡിഷൻ പോലും ഈയിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്, ഒരു മാസം മുന്നേ. കേരളത്തിലെ മിക്ക ആത്മഹത്യയുടെയും കാരണം മദ്യമാണ്, മയക്കുമരുന്നാണെന്ന് ക്രൈം റിപ്പോർട്ടുകൾ വെച്ച പോലീസ് ഓഫീസർ സമർത്ഥിക്കുന്നുണ്ട്. ആർക്ക് നിഷേധിക്കാൻ പറ്റും? നമ്മൾ നിയന്ത്രിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് സാധ്യമല്ല. സിനിമ നിയന്ത്രിക്കുന്നു. എന്തെങ്കിലും ദുഃഖമുണ്ടാകുമ്പോൾ കയറെടുക്കണമെന്ന് സിനിമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കള്ള് കുടിക്കണമെന്ന് സിനിമ പഠിപ്പിക്കുന്നു. തന്നെക്കാളും സിനിമാ നടനെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന് അതൊരു വലിയ മാതൃകയായി മാറുന്നു. എങ്ങനെ കൊലപാതകം ചെയ്യണമെന്ന് സിനിമ പഠിപ്പിക്കുന്നുണ്ട്. ഈ വർഷം 1-ാം തീയതി, ജനുവരി 1-ാം തീയതി ഈ ന്യൂ ഇയർ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെറിയ 2 പെൺകുട്ടികളുമായി 14കാരനും 16കാരുമാകുന്ന 2 ആളുകൾ ഇരുട്ടിൻ്റെ മറവിൽ ഒരു പൊന്തയുടെ സൈഡിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരൻ എങ്ങോട്ട് അവരെ കൊണ്ടുപോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അവരുത്തരം പറഞ്ഞത് നാക്കുകൊണ്ടല്ലായിരുന്നു, കത്തികൊണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ നെഞ്ചിൽ മാത്രം 17 ആഴമേറിയ മുറിവുകളുണ്ടായി. അദ്ദേഹം പടഞ്ഞു മരിച്ചു. ഈ പെൺകുട്ടികളുമായി പൊന്തക്കാട്ടിലേക്ക് ഇരുട്ടത്ത് എന്തിനു പോകുന്നു എന്ന് ചോദിച്ച കാരണം കൊണ്ട്. ഇത്രമേൽ വയലന്റ് ആവാൻ ഒരു 14കാരന് എങ്ങനെ സാധിക്കുന്നു? പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചു കാണും. അതിൻ്റെ പിറ്റേ ദിവസം അപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ ഇങ്ങനത്തെ ഒരു പ്രചോദനാത്മകമായ രംഗമുണ്ടത്രേ. ഈ മുത്തലിങ്ങൾക്ക് അങ്ങനെ അറിയില്ല. അതല്ലാതെ ഭൗതികമായി പഠനം നടത്തുന്ന നിരവധിയാകുന്ന കുട്ടികൾ, അവർ ആസ്വദിച്ച് പാടിക്കൊണ്ടിരുന്ന, പാട്ട് കേൾക്കുമ്പത്തിന് തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ട്. കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. ഇതെന്ത് ആദർശമാണ് ഒരു കുട്ടിക്ക് പഠിപ്പിക്കുന്നത്? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുക, സോഡാ സർബത്തും കൂട്ടിയടിക്കുക. പേനക്കത്തി കൊണ്ട് നിന്റെ കൂട്ടുകാരന്റെ നെഞ്ചത്തും വയറത്തും ഹരിശ്രീ കുത്ത്. അടുത്ത വരി അതാണ് ആ പാട്ടിന്റെ. ഇത് തുള്ളിക്കളിച്ചു പാടി കേരളത്തിലെ യുവത്വം. ഈ ആവേശത്തിൽ അവരുടെ ഉള്ളിലേക്ക് മയക്കുമരുന്ന് കൂടെ ചെല്ലുമ്പോ പിന്നെ കുത്തണം എന്നതിൽ അവർക്കൊരു തർക്കമില്ലാതെ വരും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ അങ്ങനെ നടക്കുന്നു, മദ്യം, മയക്കുമരുന്ന്. ഈ പുസ്തകത്തിൽ ഒരു ചെറിയ ഹെഡിങ് ഉണ്ട്. മലപ്പുറം ജില്ലയെ കുറിച്ച് അദ്ദേഹം പറയണത് കുറേയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് ആത്മഹത്യ വളരെ കുറവാണെന്നാണ്. കുറേയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ കുറവാണ് എന്നതിനെ കുറിച്ച് ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്ന ഭാഗത്തിന് അദ്ദേഹം നൽകുന്ന ടൈറ്റിൽ, ഹെഡിങ്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്നാണ്. നമ്മൾ പണ്ടേ കേട്ടൊരു ക്ലീശ ഉണ്ടല്ലോ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ഇദ്ദേഹം സിബി മാത്യു കൊടുക്കുന്ന ഹെഡിങ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്നാണ്. വേൾഡ് ഇൻഡെക്സിൽ, ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്ന സ്വീഡൻ പരിശോധിക്കുക, ഡെൻമാർക്ക് പരിശോധിക്കുക, നോർവേ പരിശോധിക്കുക, ദൈവമില്ലാത്തവരുടെ മാതൃകാ യോഗ്യമായ നാടുകൾ പരിശോധിക്കുക. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ അവിടെയാണുള്ളത്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നു, ലോകത്തെ ഏറ്റവും കുറഞ്ഞ ആത്മഹത്യയുള്ളത് മുസ്ലിം ഇസ്ലാമിക രാജ്യങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ സമാധാനത്തോടുകൂടെ, ആശങ്കയില്ലാതെ, മനസ്സന്തോഷത്തോടുകൂടെ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുന്ന രാജ്യം, നാട് എന്ന വിധത്തിൽ തുടർച്ചയായ വർഷങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് മദീനത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് റസൂലിന്റെ നാടാകുന്ന പുണ്യമദീനയാണ്. പെണ്ണുങ്ങൾ വരാത്തോണ്ടല്ല, ഡെയിലി 10-20 ലക്ഷം സ്ത്രീകൾ അവിടെ എത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മുമ്പേ പറഞ്ഞൊരു വാക്യം, യമനിന്റെ തലസ്ഥാനമാകുന്ന സൻആ മുതൽ മദീന വരെ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഹിംസ്രജന്തുക്കളെ മാത്രം ഭയന്ന് സഞ്ചരിക്കാനാകുന്ന ഘട്ടം വരുമ്പോഴാണ് എൻ്റെ ഈ മഹാവിപ്ലവം പൂർണ്ണമാകുന്നത്. മതം എവിടെയാണ് പ്രശ്നം സൃഷ്ടിച്ചത്? നമ്മൾ ആലോചിച്ചു. ഇവരിവിധം ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ എല്ലാവരും മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളാകുകയാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ, നാട്ടുംപുറങ്ങളിലെ ചെറിയ ചെറിയ സ്കൂളിൽ പോലും ഇത് സുലഭമായി ലഭ്യമാണ്. പെൺകുട്ടികളൊക്കെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ബ്ലേഡ് കൊണ്ട് മുറിവുണ്ടാക്കി അതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് മയക്കുമരുന്ന് ആസ്വദിക്കുന്നു.
പലരും നാക്കിൻ്റെ അടിയിലും ഈ കവിളിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റിക്കർ പതിച്ച്, മുറിവുണ്ടാക്കി സ്റ്റിക്കർ പതിച്ച് മയക്കുമരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അതിലധികം കൃത്രിമമായ പല പല രീതികളിൽ കുട്ടികളെല്ലാം ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. നിസാമു പറയുന്നുണ്ട് കൂട്ടുകാരെ ശ്രദ്ധിക്കാൻ. ഒരൊറ്റ യാത്ര, കോഴിക്കോട്ടേക്കുള്ള യാത്ര, അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രമേൽ മാരകമായ അഡിക്റ്റായി മാറുന്നത്. പിന്നീട് അവൻ വിൽപ്പനക്കാരനായി. സ്വാഭാവികം മാത്രം, ഇത് കിട്ടാൻ വലിയ പൈസ കൊടുക്കണം, അപ്പൊ വിൽപ്പനക്കാരനായി മാറും. അദ്ദേഹം കുറച്ചുകൂടെ പറയുന്നുണ്ട്, എന്നിൽ നിന്ന് മയക്കുമരുന്ന് MDMA വാങ്ങി ഉപയോഗിക്കുന്നതിൽ ഡോക്ടർമാരുണ്ട്, ദമ്പതികളുണ്ട്, സ്ത്രീയും പുരുഷനും ഒന്നിച്ചു വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സ്ഥിരമായി എന്നിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിക്കുന്ന ഒരാൾ, ഒരു ചെറുപ്പക്കാരി സ്ത്രീയുമായി ഒരു ദിവസം വന്നു. സ്വാഭാവികമായ രീതിയിൽ ഞാൻ അന്വേഷിച്ചു, ഇത് ഭാര്യയാണോ എന്ന്. ആഗതം പറഞ്ഞു, അല്ല, അതെന്റെ പെങ്ങളാണ്. ആങ്ങളെയും പെങ്ങളും ചേർന്ന് മയക്കുമരുന്ന് ഒന്നിച്ചു വാങ്ങി ഒന്നിച്ചുപയോഗിക്കുന്ന കേരളം. എല്ലാവരും കൂടെ സ്വതന്ത്രരാക്കാൻ ശ്രമിച്ചതിൻ്റെ അനുബന്ധമാണിത്. ഒരു നിയന്ത്രണവും വേണ്ട, അടിച്ചു പൊളിച്ച് ജീവിച്ചോളൂ എന്ന് ആശീർവദിച്ചു വിട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തം. ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു? യൂറോപ്പിൽ നിന്ന് കഴിയൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ട്രാൻസ്ജെൻഡർ പരിപാടിയൊക്കെ. ട്രംപ് നിരോധിച്ചത്. ഒരു വർഷം മുന്നേ പുടിൻ റഷ്യയിൽ നിരോധിച്ചു. അതിൻ്റെ മുന്നേ പല പല രാജ്യങ്ങളും, ഏകദേശം 69 രാജ്യങ്ങളിൽ ഈ സാധനമൊക്കെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇപ്പം അതിന് വലിയ മാർക്കറ്റാണ്. ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. 86 ലക്ഷത്തിൽ ചില്ലാനമാണ് കഴിഞ്ഞ വർഷം ഈ ട്രാൻസ്ജെൻഡർമാർക്കുള്ള സഹായമായി അനുവദിച്ചു കൊടുക്കുന്നത്. ഇതെന്തിനാണ്? നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ വെട്ടിമുറിച്ച് രോഗിയായതിന്, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരി അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ വെട്ടിമുറിച്ച് രോഗിയായതിന്, തുടർ ചികിത്സക്ക്, ഹോർമോൺ ട്രീറ്റ്മെന്റിന് ഗവൺമെന്റ് കാശ് അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ നാടുകളൊക്കെ അതിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അസമയത്ത് നമ്മുടെ നാട് അതൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. ഇത്തരം പ്രശ്നങ്ങളും ഒന്നിച്ച് അനുഭവപ്പെടുന്ന കേരളത്തിന്റെ തല കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് പലപ്പോഴും മതത്തെയും. സ്ത്രീക്ക് സ്വാതന്ത്ര്യം അനുവദിക്കണില്ല. 6-ാം നൂറ്റാണ്ടിലാണ്, ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിലേക്ക് ബസ് കയറുകയാണ്. പലപ്പോഴും ആരോപണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അതിനൊക്കെ നിരവധിയായ മറുപടികളും ശ്രദ്ധിച്ചവരാണ് എൻ്റെ വേദിയിലുള്ളത്. ഞാൻ ആഴത്തിൽ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശമുണ്ട്. അത് ശക്തനായ ഒരു ഇലാഹിനെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തു പ്രതിസന്ധി ഉണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ മനുഷ്യന്, മുസ്ലിമിന് സാധിക്കുന്നു. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എൻ്റെ റബ്ബ് എന്നെ സംരക്ഷിക്കുമെന്ന് അവൻ വിചാരിക്കുന്നു. ഫറോ വന്നിട്ട് കയ്യും കാലും എതിർചേരിയിൽ നിന്ന് വെട്ടിമുറിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ, ഈത്തപ്പനയുടെ മുകളിൽ കൊണ്ടുപോയി പിന്നീട് നിങ്ങളെ കുരിശിൽ തറക്കുമെന്ന് പറയുമ്പോൾ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് കണ്ട് വിശ്വസിച്ച അന്നത്തെ ഫറോവയുടെ ഖാദിമീങ്ങളാകുന്ന സാഹിറുമാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം പരിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറാന്റെ 55-ാമത്തെ വചനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഖാലു ലാ ളൈർ. അവർ പറഞ്ഞു, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല, എന്തു വേണമെങ്കിലും ചെയ്തോ, വെട്ടിക്കോ, മുറിച്ചോ, കുരിശിൽ തറച്ചോ. ഞങ്ങളെ റബ്ബ് ഞങ്ങൾക്ക് പുറത്തു തരുമെന്ന് ഞങ്ങൾ ന്യായമായും പ്രതീക്ഷിക്കുന്നു. ഈ ഒരു പ്രതീക്ഷ മനുഷ്യനെ എല്ലാ സമയത്തും സദ്വൃത്തനാക്കുന്നു. ആരാരുമില്ലാത്തൊരു സ്ഥലത്ത് വെച്ച്, CCTVയുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് വെച്ച് വലിയൊരു ആഭരണം കിട്ടുന്ന ഒരുത്തന്, അവനൊരു വിശ്വാസിയാണെങ്കിൽ അത് സ്വന്തമാക്കില്ല, അതിൻ്റെ ഉടമയെ തേടി അവൻ അത് ഏൽപ്പിച്ചു കൊടുക്കും. നിലമ്പൂരുകാരനാകുന്ന ബഷീർ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ 4.5 വർഷമാണ് ഒരു ചെറിയ മിനുങ്ങുമായി ജീവിച്ചത്. അവൻ്റെ ഓട്ടോറിക്ഷയിൽ പരസ്യം ചെയ്തുകൊണ്ട്, ഓട്ടോ സ്റ്റാൻഡിൽ ബോർഡ് വെച്ചുകൊണ്ട്, പള്ളിയിലും ആളുകൾ കൂടുന്ന ഇടങ്ങളിലെല്ലാം പോസ്റ്റർ പതിച്ചുകൊണ്ട്. ഒരു ദിവസം രാവിലെ വണ്ടി കഴുകുമ്പോഴാണ് അതിൽ നിന്ന് ചെറിയൊരു പാദസരം കിട്ടുന്നത്. ആരും അറിയില്ല. അദ്ദേഹത്തിന് നിരവധിയായ ആവശ്യങ്ങളുണ്ട്. ആരാരും അറിയാത്ത ആ ഒരു സാധനം സ്വന്തമാക്കണമെന്ന് ആ ഒരു ബഷീർ എന്ന ചെറുപ്പക്കാരന് തോന്നാതിരുന്നതിന്റെ ചേതോ വികാരം എന്താണ്? ഹൃദയാന്തരങ്ങളുടെ ചിന്ത മുതൽ ആരാരും അറിയാത്ത ദർശനം വരെയും കൃത്യമായി അറിയുന്ന റബ്ബ് ഇതെല്ലാം കാണുന്നു.
ഈ ഒരു വിചാരം ഉണ്ടാവും, മനുഷ്യൻ നന്നാവും, അവൻ ഉമ്മയാണെന്ന ബോധം ഉണ്ടാകും, ഇതെന്റെ പെങ്ങളാണ് മറ്റാരുമല്ലെന്ന വിചാരം അവനുണ്ടാകും. ഒരാളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ദൈവമല്ല, മതമല്ല, പോലീസില്ല, കോടതിയില്ല, ആരാരുമില്ലാത്തൊരു സന്ദർഭത്തിൽ ഒരു നോട്ടുകെട്ട് കിട്ടുന്നു അവന്. ആ നോട്ടുകെട്ട് സ്വന്തമാക്കുന്നതിന് അവനൊരു തടസ്സമില്ല. ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവസരം കിട്ടുന്നു. അവൻ പഠിപ്പിക്കപ്പെട്ടതുപോലും പരിണാമപരമായി ഒരു പുരുഷന്റെ ധർമ്മം പരമാവധി തൻ്റെ ജനിതക പദാർത്ഥം സ്ത്രീകളിലേക്ക് വിതരണം ചെയ്യലാണ് എന്നാണ് യുക്തിചിന്ത നമ്മുടെ മുന്നിലുണ്ട്. യുക്തിചിന്ത എന്ന മാഗസിൻ നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ പ്രമുഖനായ ഒരു യുക്തിവാദി ദാർശനികൻ എഴുതി വെച്ചതാണ്, പരിണാമപരമായി ഒരു പുരുഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? തൻ്റെ ജനിതക പദാർത്ഥം പരമാവധി സ്ത്രീകളിലേക്ക് വിതരണം ചെയ്യുക. ആ ഒരു ആവശ്യാർത്ഥം ബലാത്സംഗം പോലും നല്ലതാണെന്ന് അദ്ദേഹം പറയുന്നു. മതങ്ങളാണ് വ്യഭിചാരവും ബലാത്സംഗങ്ങളൊക്കെ നിഷിദ്ധമാക്കിയത്. ഈ ആദർശം പഠിച്ചു വെച്ച മതത്തെയും ദൈവത്തെയും അംഗീകരിക്കാത്ത ഒരുത്തന്റെ മുമ്പിൽ ഒരു സ്ത്രീ പെട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ ദുരന്തം എന്തായിരിക്കും? അവളുടെ ദുരന്തം എന്തായിരിക്കും? ഹമാസിനെയോ അവരുടെ തീവ്രവാദത്തെയോ ന്യായീകരിക്കാനല്ല ഞാൻ പറയുന്നത്. അവരോടൊപ്പം 1.5 വർഷത്തോളം താമസിച്ചു അതിസുന്ദരികളാകുന്ന കുറെ യുവതികൾ, പട്ടാളക്കാരും അല്ലാത്തവരും, പാട്ടുപാടിക്കൊണ്ടിരുന്ന സെലിബ്രിറ്റികൾ, ഇസ്രായേലിലെ മക്കൾ. അവർ ന്യായമായും പ്രതീക്ഷിച്ചിരുന്നു ജീവിതം അവസാനിച്ചു എന്ന്. ന്യായമായും അവർ പ്രതീക്ഷിച്ചു ഈ ഭീകരന്മാരുടെ ഉള്ളിൽ കുടുങ്ങിയാൽ ജീവിതം അവസാനിച്ചു, ഇനി സ്ഥിരം ഒരു പ്രസവയന്ത്രമായി മാറേണ്ടി വരും അവർ വിചാരിച്ചിരുന്നു. പക്ഷേ അവരെ കൊണ്ടുപോയ ഉടനെ തന്നെ അവർക്ക് ഔറത്ത് മറക്കാൻ സമ്പൂർണമായ ഹിജാബ് നൽകി. അവർ തൊട്ടടുത്ത് കാവൽ നിന്നു, ഒന്ന് സൂക്ഷിച്ചു നോക്കിയത് പോലുമില്ല. ആരാരുമില്ലാത്ത ഇടങ്ങളിൽ ഈ പെൺകുട്ടികളും കാവൽക്കാരും മാത്രം ഇരുന്നു. ആരും കാണുന്നില്ല. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അതിപ്രസിദ്ധരാകുന്ന ചാരന്മാർക്ക് പോലും കണ്ടെത്താൻ പറ്റാത്ത അത്ര സ്വകാര്യ ഇടം. പക്ഷെ ഒന്ന് തൊട്ടിലവറ്റങ്ങൾ. ആ ഒരു രീതിയിലേക്ക് മനുഷ്യനെ സംസ്കൃതരാക്കുന്ന ആദർശം എന്താണ്? അതാണ് മതം, അതാണ് ഇസ്ലാം. ഹൃദയത്തിന്റെ ഉള്ളിലെ ചിന്ത മുതൽ കണ്ണിന്റെ സ്വകാര്യമായ ദർശനം വരെ അറിയുന്ന റബ്ബിനെ അത് പഠിപ്പിക്കുന്നു. മനുഷ്യന് വലിയ ആശ്വാസം കിട്ടണ്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ബിസിനസ് തോൽക്കുമ്പോൾ, ബന്ധുക്കൾക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ട് വീടും കുടുംബവും ഒഴുകിപ്പോകുമ്പോഴൊക്കെയും വളരെ ധൈര്യത്തോടു കൂടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നു. എന്തുകൊണ്ട്? ഇതെല്ലാം എൻ്റെ റബ്ബ് കാണുന്നു, അതിനവൻ പകരം തരുമെന്ന പ്രതീക്ഷ. നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു പാവപ്പെട്ട മനുഷ്യനെ കാണുമ്പോഴേക്ക് 100 രൂപ കൊടുക്കാൻ നമുക്ക് മനസ്സ് പറയും. എന്തുകൊണ്ട്? ലികുല്ലി ഹസനത്തിൻ അശ്റു അംസാലിഹ, ഒരു നന്മക്ക് 10 പ്രതിഫലമെങ്കിലും കിട്ടുമെന്ന് മതം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. മതം നമ്മുടെ തലച്ചോറിൽ ഫീഡ് ചെയ്തിരിക്കുന്നു, രവിചന്ദ്രൻ സിയുടെ ഭാഷയിൽ പറഞ്ഞാൽ. നേരെ മറിച്ച് മതമില്ലാത്തൊരുത്തന്, പരലോകത്തെ വിശ്വാസമില്ലാത്തൊരുത്തന്, നാളത്തെ ജീവിതത്തെ കുറിച്ചൊരു പ്രതീക്ഷയുമില്ലാത്ത ഒരുത്തന് 100 രൂപ ഒരു പാവപ്പെട്ടവനെ സമർപ്പിക്കുമ്പോൾ അവൻ്റെ 100 രൂപ നഷ്ടമാകുന്നു. വിശ്വാസി 100 രൂപ കൊടുക്കുമ്പോൾ ചുരുങ്ങിയത് 1000 രൂപ അവൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. മതമില്ലാത്തവൻ 100 രൂപ കൊടുക്കുമ്പോൾ 100 രൂപ അവന് നഷ്ടപ്പെടുന്നു. ഒരു 100 രൂപയുടെ നോട്ടെടുത്തിട്ട് സിഗർ ലാമ്പ് എടുത്തിട്ട് കത്തിച്ച് കളയുന്ന അനുഭവമേ അവനുള്ളൂ. നഷ്ടപ്പെട്ടു അത്രമാത്രം. അതുകൊണ്ടാണ് കേരളത്തിൽ പോലും എന്തൊക്കെയോ അധർമ്മങ്ങൾ കൂടിക്കൂടി വന്നിട്ടും പലരും പ്രീണിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പലരും ആദർശത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവാൻ പ്രയത്നിച്ചിട്ടും വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കുറവ് മുസ്ലിങ്ങളാണെന്ന പഠനം വരുന്നത്. വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കുറവ് മുസ്ലിങ്ങളാണ്. മലപ്പുറം ജില്ലയിലെ തവനൂർ മുസ്ലിങ്ങൾ കൊണ്ട് നിബിഡമാവേണ്ട വൃദ്ധസദനമാണ്. അവിടെ പോയി കണക്കെടുക്കുക, വളരെ കുറച്ചേ മുസ്ലിങ്ങളുള്ളൂ. എന്തുകൊണ്ടാണ്? മാതാവിനെയും പിതാവിനെയും മാനിക്കണമെന്ന് അവൻ്റെ തലച്ചോറിൽ മതം ഫീഡ് ചെയ്തിരിക്കുന്നു. നേരെ മറിച്ച് മതമില്ലാത്ത ഒരുത്തിനെ സംബന്ധിച്ച് ഈ പുരാവസ്തുക്കളെ കൊണ്ട് എന്ത് ഉപകാരമുണ്ട്? നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ എവല്യൂഷൻ തിയറി പഠിച്ചിട്ടുണ്ട്. പരിണാമ സിദ്ധാന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നാച്ചുറൽ സെലക്ഷനാണ്, പ്രകൃതി നിർദ്ധാരണം. പ്രകൃതിയുടെ വിവിധങ്ങളായ പ്രക്ഷോഭങ്ങൾക്ക്, വിവിധങ്ങളാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് അതിജയിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് അടുത്ത സ്പീഷീസിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നർത്ഥം.
വൃദ്ധനായൊരു പിതാവ്, വൃദ്ധയാകുന്ന ഒരു മാതാവ് ഇതിന് യോഗ്യതയുള്ളവരല്ല, ഇതിന് യോഗ്യരയല്ല. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ യുക്തിവാദികളുടെ മതനിഷേധികളുടെ സ്വപ്ന രാജ്യങ്ങളാകുന്ന സ്വീഡനിലും ഡെൻമാർക്കിലും നോർവേയിലുമൊക്കെ 10-11 വയസ്സ് മക്കൾക്കായി കഴിഞ്ഞാൽ മാതാവിനെയും പിതാവിനെയും വൃദ്ധസദനത്തിൽ ഒരു സംസ്കാരമെന്ന വിധം കൊണ്ടുപോയി തള്ളുന്നു. മക്കൾക്ക് 10 വയസ്സായാൽ മതി, 2 കുടുംബം ഒന്നിച്ചൊരു ഷെൽട്ടറിൽ ജീവിക്കാൻ കഴിയില്ലെന്നാണ് അവരെ കണ്ടെത്തൽ. അങ്ങനെ മാതാപിതാക്കളെ അവർ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളുന്നു. മാതാവ് എഴുന്നേൽക്കുമ്പോഴേക്ക് കൈപിടിക്കാൻ ഓടിയെത്തുന്ന വിശ്വാസിയെ അവർക്ക് കിട്ടില്ല. മാതാവിന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോഴേക്ക് അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മകൻ ആ ലോകത്ത് സാധ്യമല്ല. എന്തുകൊണ്ട്? എല്ലാം ഇവിടത്തോടെ അവസാനിക്കുന്നു എന്ന് അവർ വിചാരിച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പടച്ച റബ്ബിലുള്ള വിശ്വാസം, മതം മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി വളരെയേറെ വിശാലമായ രീതിയിൽ, അതിൻ്റെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ആകമാനം പ്രചരിപ്പിക്കുന്നതാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. മുസ്ലിം ലോകത്ത് ചില ആത്മഹത്യകളൊക്കെ റിപ്പോർട്ട് നമ്മൾ കാണും. അതായിട്ട് ബന്ധമില്ലാത്ത മുസ്ലിം പേരുകാർ എന്ന് തന്നെ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ വല്ല മാനസിക രോഗികൾ എന്ന് മനസ്സിലാക്കണം. മതത്തെ അംഗീകരിച്ച് അള്ളാഹുവിൽ സർവശക്തനായ റബ്ബിൽ വിശ്വസിക്കുന്ന ഒരുത്തന് ആത്മഹത്യയിലേക്ക് പോകാനേ കഴിയില്ല. അതാണ് CB മാത്യു എഴുതിയത്. കുറെയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് മലപ്പുറത്ത് ആത്മഹത്യ വളരെ കുറവാണ് എന്ന്. ഇനി എങ്ങനെയാണ് നമ്മൾ മതവിരുദ്ധരാവൽ? എങ്ങനെയാണ് നമ്മൾ താന്തോന്നികളാവൽ? ലിബറലിസത്തിന്റെ പേരും പറഞ്ഞിട്ടുള്ള എല്ലാ തോന്നിവാസങ്ങളിലും എങ്ങനെയാണ് ചെറുപ്പക്കാരെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയൽ? അത് നമ്മളെയല്ല, സമൂഹത്തെ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള ഏറ്റവും വലിയ എയ്ഡ്സ് രോഗികളെ പരിശോധിക്കുക. അമേരിക്കയുടെ കണക്കൊക്കെ പുറത്തുണ്ട്. 70% എയ്ഡ്സ് രോഗികൾ ഗേകളിൽ നിന്ന് വരുന്നു എന്നാണ്. എന്താ ഗേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എറണാകുളത്തുകാരനാവുന്ന ചെറുപ്പക്കാരനോടൊപ്പം ഞാൻ ജീവിക്കുകയാണെന്ന് പറയുന്ന ആണും തമ്മിലുള്ള ദാമ്പത്യം നയിക്കുന്ന വൃത്തികെട്ട നീചമായ ശൈലി, ഇതാണ് ഗേ. പക്ഷെ ഇന്ത്യയിൽ അത് നിയമത്തിന്റെ വിധേയത്വത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് പാടില്ലെന്ന് പറയുന്ന IPC 377 ഇവരുടെയൊക്കെ സമരവും പ്രക്ഷോഭവും സമ്മർദ്ദവും കാരണം നമ്മുടെ സുപ്രീം കോടതി എടുത്തു കളഞ്ഞിട്ട് 3-4 വർഷമായി. വൈഫ് സൈപ്പിംഗ് ഗ്രൂപ്പുകൾ വ്യാപകമായി കേരളത്തിൽ പോലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യമാരെ വെച്ചുമാറുന്നവർ 10,000-ഓളം ആളുകളുള്ള ഗ്രൂപ്പ് കഴിഞ്ഞ വർഷം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒരു കേസ് മാത്രമേ അതിൽ ഇപ്പോഴും നിലനിൽക്കുന്നുള്ളൂ. ആ പെണ്ണിന് അത് താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ കോടതിയിൽ പോയി. നേരെ മറിച്ച് സമ്മതത്തോടുകൂടെയാണെങ്കിൽ ആർക്കും ആരുമായും രതിയാവാം. ആർക്കും. അതാണല്ലോ ലിവിങ് ടുഗദർ. കുടുംബം പറ്റൂല, വിവാഹം പറ്റൂല, കുടുംബത്തിന്റെ സുരക്ഷിതത്വം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് ആരോടെങ്കിലും ഒക്കെ ഒപ്പം നടന്നിട്ട് അവരുടെ താല്പര്യം വീട്ടണം. നമ്മൾ അമേരിക്കയിലേക്ക് തന്നെ പോകാം. 4,80,00,000 ചില്ലാനം ജാരസന്താനങ്ങളുണ്ട് അമേരിക്കയിൽ. നമ്മുടെ ഇന്ത്യ പോലെ 150 കോടിയുള്ള ഒരു നാടല്ല. കഷ്ടിച്ച് 38 കോടിയോളം ജനങ്ങൾ, 4 കോടി ചില്ലാനം ജാരസന്താനങ്ങൾ. ഇതെങ്ങനെ സംഭവിക്കുന്നതാണ്? കുടുംബം വേണ്ടാന്ന് തീരുമാനിക്കുമ്പോ, ഞാൻ രാപ്പാടി പറന്നുകൊണ്ടിരിക്കുമെന്ന് തീരുമാനിക്കുമ്പോ, എനിക്ക് പഥ്യം ഫെമിനിസമാണെന്ന് തീരുമാനിക്കുമ്പോ, എൻ്റെ ജീവിതത്തിൽ ഒരു മതദർശനവും ഇടപെടരുതെന്ന് തീരുമാനിക്കുമ്പോൾ, മാതാപിതാക്കളോ അധ്യാപകരോ നമ്മെ നന്നാക്കണമെന്ന് വിചാരിക്കുന്നവരോ എൻ്റെ ജീവിതത്തിലേക്ക് ഒളിച്ചു നോക്കരുതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4 കോടി ചില്ലാനം ജാരസന്താനങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നു അമേരിക്ക എന്ന രാജ്യം. ഫാദർലെസ് അമേരിക്ക എന്ന പുസ്തകമുണ്ട്. ഫാദർലെസ് അമേരിക്ക. എന്താ അതിൻ്റെ പ്രമേയം? ഈ ജാരസന്താനങ്ങൾ കൊണ്ട് അമേരിക്കക്കുണ്ടാവുന്ന സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പ്രശ്നങ്ങളെ വിലയിരുത്തുന്ന പുസ്തകം. ബെസ്റ്റ് സെല്ലറാണത്. ഇനി ലണ്ടനിലേക്ക് പോയാലോ, ഏകദേശം 30% അമ്മമാർക്ക് അവരുടെ കുട്ടികളുടെ അച്ഛനാരാണെന്നറിയില്ല. ഈ കുട്ടിയുടെ ഉത്തരവാദിത്തം ആരെടുക്കണം? ഗർഭം മുതൽ പ്രസവം വരെ അനുബന്ധമായുള്ള പ്രയാസങ്ങളും പ്രയത്നങ്ങളും സാമ്പത്തിക ബാധ്യതയും ആരേറ്റെടുക്കണം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്നെ ശ്രവിക്കുന്നുവെങ്കിൽ നിങ്ങളെ പറഞ്ഞു കയറ്റി ഇതിനൊക്കെ പ്രലോഭിക്കുന്ന ആളുകൾ മുങ്ങിക്കളയും. ഇതെല്ലാം സഹിക്കേണ്ടവർ നിങ്ങൾ മാത്രമായി തീരും.
അങ്ങനെയാണ് തിരുവനന്തപുരത്തെ 6ാം നിലയിൽ നിന്ന്, ഫ്ലാറ്റിന്റെ 6ാം നിലയിൽ നിന്ന് ഗർഭം ധരിച്ച് 9 മാസം 10 ദിവസം ഒളിപ്പിച്ചു വെച്ച് അവസാനം ബാത്റൂമിൽ കയറി പ്രസവിക്കുന്ന ഒരു കാമുകി ആ ഒരു ചോരപ്പൈതലിനെ കഴുത്ത് ഞെക്കിക്കൊല്ലുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ. കഴുത്ത് ഞെക്കിക്കൊല്ലാണ്. ആ കൊന്ന ബേജാറിൽ അവൾ തന്നെ അപ്പൊ പ്രസവിച്ചിരിക്കുകയാണ്. സൂതി ഗർഭിണിയില്ല, ഡോക്ടറില്ല, നഴ്സില്ല, ഈ വിഷയത്തിൽ പ്രാക്ടീസ് ഉള്ള മറ്റൊരു സ്ത്രീ പോലും സമീപത്തില്ല. എല്ലാം സ്വയം കൈകാര്യം ചെയ്യേണ്ടി വരികയാണ്. എന്തൊരു ദുരന്തം! ഈ ഗർഭത്തിന്റെ ഉത്തരവാദി എവിടെയാണ്? ലിവിങ് ടുഗദറല്ലേ? താല്പര്യമുള്ള ആളപ്പം നടക്കല്ലേ? ഇതിന്റെ ബാധ്യത ആർക്കില്ലല്ലോ, ഉത്തരവാദിത്വം ആർക്കില്ലല്ലോ. ഒരു കുടുംബജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി 2-3 മാസമാകുമ്പോഴേക്ക് അന്വേഷണം തുടങ്ങും, വിശേഷല്ലേ എന്ന്. എങ്ങാനും ആ ഒരു വിശേഷമുണ്ടെന്ന വിവരം കിട്ടുമ്പോൾ, ഒരു ടെസ്റ്റിൽ പോസിറ്റീവായിട്ട് പ്രഗ്നൻസി വരുമ്പോൾ പിന്നെ ആഘോഷമാണ്. ഒരു കുടുംബത്തിലല്ല, നിരവധി കുടുംബങ്ങളിൽ ഫോൺ കോളുകളാണ്. നമ്മുടെ കുഞ്ഞാൾക്ക് ഗർഭമുണ്ട് എന്നും പറഞ്ഞിട്ട് ഓരോ നിമിഷവും കെയർ ചെയ്യാൻ മെമ്പർമാർ ഓരോരുത്തരും മത്സരിക്കുകയാണ്. പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ഭർത്താവ് അവളുടെ കൂടെ നിൽക്കാനും ആശ്വസിപ്പിക്കാനും താലോലിപ്പിക്കാനും നല്ല വർത്താനം പറയാനും കിന്നരിക്കാനും സമയം കണ്ടുപിടിക്കും. കുടുംബവും തമ്മിൽ വലിയ ബന്ധം വരികയാണ്. എന്തുകൊണ്ട്? ഇതിനൊരു ഔദ്യോഗികതയുണ്ട്, ഇതിന് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഉടമയുണ്ട്. നേരെ മറിച്ച് ഇത്തരം ലിബറൽ കാലത്തെ സ്വതന്ത്ര ഗർഭങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്ക്. തിരുവനന്തപുരത്തുകാരിയാവുന്ന പെൺകുട്ടി ചെയ്തതുപോലെ കഷ്ടപ്പെട്ട് സ്വന്തം ഒളിപ്പിച്ചത് കൊണ്ട് നടക്കണം. അത് കഴിഞ്ഞ് ഏതോ ബാത്റൂമിൽ കയറിയിട്ട് തീരെ ശാസ്ത്രീയമല്ലാത്ത വിധം പ്രസവിക്കണം. ആ കുഞ്ഞിന് എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു നിൽക്കുന്ന സമയത്ത് ഒരേ ഒരു മാർഗം അവരുടെ മനസ്സിൽ തുറന്നു വരുന്നു: കൊന്നുകളയണം. താൻ പ്രസവിച്ച ചോരപ്പൈതലിനെ ഞെക്കിക്കൊന്ന് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്നുള്ള ആ ഷോക്കിൽ കണ്ട കവറിൽ അതിനിട്ട് ഫ്ലാറ്റിന്റെ 6ാം നിലയിൽ നിന്ന് വലിച്ചെറിയുന്നു. പിറ്റേ ദിവസം ഉറുമ്പരിച്ചു കൊണ്ടുള്ള ഒരു കവറ് കാണുമ്പോ തൊഴിലുറപ്പ് സ്ത്രീകൾ അത് പരിശോധിക്കുകയാണ്. ഉറുമ്പരിച്ചൊരു കവറ് കാണുന്നവർ സ്വാഭാവികമായി അവരതെടുത്ത് പരിശോധിക്കുന്നു. ആ പാവപ്പെട്ട കുഞ്ഞിന്റെ കണ്ണ് 2 ഉറുമ്പ് തിന്നിട്ടുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാർന്ന് തിന്നുപോയിട്ടുണ്ട്. ഒരു കുടുംബജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രസവം നടന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കൈമാറി കളിക്കായിരിക്കും. നിലത്ത് കിടക്കാൻ ഒഴിവുണ്ടാവില്ല. തൊടാനും താലോലിക്കാനും ബേബി സെറ്റുമായി വരി നിൽക്കാനും ലോഡ് കണക്കിന് ആളുകൾ ഉണ്ടാകും. ഈ സപ്പോർട്ട്, ഈ ഒരു പിന്തുണ, ഇത് കുടുംബത്തെ പുഷ്കലമാക്കുമ്പോൾ ലിവിങ് ടുഗദറിന് വേണ്ടി ഓടിപ്പായുന്നവർ, തൽക്കാലം ആരോടെങ്കിലുമൊക്കെ ഈ പരിപാടി തീർക്കണമെന്ന് വിചാരിക്കുന്നവർ ജീവിതത്തിന്റെ മുമ്പിൽ പരിഭ്രമിച്ചു നിൽക്കുന്നു. ബേജാറിനിടക്ക് അവൾ ഇട്ട് വലിച്ചെറിഞ്ഞ കവറ് അവൾക്ക് പാഴ്സൽ വന്നൊരു കവറായിരുന്നു. ഫുൾ അഡ്രസ് ഉണ്ട് കുട്ടിയുടേത്. അതാണ് അബദ്ധമായത്. ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അവൾക്ക് പാഴ്സൽ വന്നൊരു കവറാണ്, അതിന് അവളുടെ ഫുൾ അഡ്രസ് ഉണ്ട്. ആ അഡ്രസ്സുള്ള കവറിൽ ഇട്ടിട്ടാണ് ജാരക്കുട്ടിയെ കൊന്നു വലിച്ചെറിയണത്. ഇനി നമ്മൾ പറയാം കുടുംബജീവിതം വേണ്ടെന്ന്. ഫെമിനിസ്റ്റുകളിൽ 4-5 വകുപ്പുണ്ട്. അതിൽ റാഡിക്കൽ ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്നത് പൂർണ്ണമായ സമത്വത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ആ പണ്ഡിതന്മാർ അതിൻ്റെ നൈതികത വിശദീകരിക്കുമ്പോൾ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ പിറകെ കൂടുന്നത് പാടില്ല എന്ന് പറയണത്. സമത്വത്തിന് വേണ്ടി ഞങ്ങൾ ഉറക്കെ പറയുന്നു പറയണത് പറച്ചിൽ മാത്രം, പ്രയോഗത്തിൽ ഉണ്ടാവാറേയില്ല. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാം സുതാര്യമാണ്, അതിൻ്റെ ആദർശം സുവ്യക്തമാണ്, പ്രമാണങ്ങൾ യുക്തിഭദ്രമാണ്, സുരക്ഷിതവും സംരക്ഷിതവുമാണ്, ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത വിധം കൃത്യവും വ്യക്തവുമാണ്, ലോകത്തിന്റെ മുമ്പിൽ തുറന്നിരിക്കുകയാണ്. ഈ ഒരു ആദർശ പ്രസ്ഥാനം മനുഷ്യ ചരിത്രത്തെ ഇതുവരെയും നിയന്ത്രിച്ചു വന്നു. ഇതിന് വിരുദ്ധമാകുന്ന എല്ലാ ആദർശങ്ങളും, പ്രത്യേകിച്ച് ദൈവനിഷേധപരമായ, ലിബറൽ പരമായ, താന്തോന്നിത്തപരമായ ആദർശങ്ങൾ മനുഷ്യ ജീവിതത്തിന് സംഗതമല്ലെന്ന് ചരിത്രമാണ്, അനുഭവമാണ്, പ്രമാണങ്ങളാണ്, എല്ലാ അർത്ഥത്തിലുമുള്ള പഠനങ്ങളും അത് തെളിയിക്കുന്നതാണ്. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന ചെറുപ്പക്കാരോട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവതികളോട് പരിശുദ്ധ ദീനിനെ കുറിച്ച് കൃത്യമായി അറിയാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ, സർവശക്തനായ അള്ളാഹുവിനെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും പടച്ച റബ്ബിന്റെ റസൂലായ അവസാന പ്രവാചകരായ, ലോകത്തിന് മാതൃകയായ, ലോകത്തിന് ഏറ്റവും മനോഹരമായ ജീവിത പദ്ധതി സമർപ്പിച്ച, ലോക ചരിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ സുസ്മേരവധനായി ജീവിച്ചു പോയ
ഏതെങ്കിലും പ്രാക്കാലത്തല്ല അള്ളാന്റെ റസൂൽ വന്നത്. കൃഷ്ണനും യേശുവും ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറയുന്ന പുസ്തകം കേരളത്തിലുണ്ട്. രാമനും കൃഷ്ണനും പ്രതിക്കൂട്ടില്ലെന്ന പുസ്തകം ഡോക്ടർ അംബേദ്കറിന് പോലും ഉണ്ട്. അഭിമായ നബിതങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണമല്ലേ? അവിടുന്ന് ജീവിച്ചത് ചരിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിലാണ്. 23 വർഷം എന്ന ചെറിയ പരീഡ് കൊണ്ട് രാക്ഷസ സമാരരായ ഒരു സമൂഹത്തെ മനുഷ്യരാശിക്ക് മാതൃകായോഗ്യരാക്കി മാറ്റിയത് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വ്യക്തമായ ചരിത്രത്തിലുണ്ട്. നിരക്ഷരനായിരുന്നു അവിടുന്ന്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അങ്കബൂത്തിന്റെ 49-ാമത് വചനം, 48-ാമത് വചനം, മാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ്, അങ്ങൊരു പുസ്തകവും ഇതുവരെ വായിച്ചിട്ടില്ല. വലാ തഖുത്തുഹു ബിയമീനിക്, ഒരക്ഷരം പോലും അങ്ങ് എഴുതിയിട്ടുമില്ല. ഇദല്ലർതബൽ മുബ്തിലൂൻ, അല്ലായിരുന്നുവെങ്കിൽ പ്രശ്നകാരികൾക്ക് സംശയിക്കാമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായൊരു ഗ്രന്ഥം കൊണ്ടുവരുന്നു. അവിടുന്ന് അറബി സാഹിത്യത്തിൽ 4-5 PhD നേടിയിട്ടുണ്ട് മുന്നേ. അങ്ങനെ വരുമ്പോൾ ഇത് റസൂൽ നിർമ്മിച്ചതാണെന്ന് പറയാമായിരുന്നു. പക്ഷെ ഹബീബോരെ അങ്ങനെയല്ല അള്ളാഹു വളർത്തിക്കൊണ്ടുവന്നത്. ഒരക്ഷരം എഴുതിയില്ല, വായിച്ചില്ല. സൂറത്തുൽ അഅറാഫിന്റെ 157-ാമത് വചനം, അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മി, നിരക്ഷരനായ പ്രവാചകർ. സൂറത്തുൽ ജുമയുടെ 2-ാമത്തെ വചനം, അല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, നിരക്ഷരരാകുന്ന അറബി സമൂഹത്തിൽ അവരിൽപ്പെട്ട നിരക്ഷരനായ ഒരു പ്രവാചകനെ നിയോഗിച്ച റബ്ബ്. ഈ നിരക്ഷരരായ പ്രവാചകർ കൊണ്ടുവന്ന ആദർശം, 1500 വർഷം മുന്നേ ലോകത്തിന് സമർപ്പിച്ച ആദർശം ഇന്നും പാലിക്കുന്ന, ജീവിതത്തിൻ്റെ താളവും സംഗീതവുമായി കണക്കാക്കുന്ന, ആത്മാവിൻ്റെ ആനന്ദമായി ആഘോഷപൂർവം സമർപ്പിക്കുന്ന കോടാനക്കോടി മനുഷ്യർ ലോകത്തുണ്ട്. കോടാനക്കോടി മനുഷ്യർ ലോകത്തുണ്ട്. ഹബീബായ നബിതങ്ങൾ ഖുർആൻ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ പോലും അവിടുത്തെ കൈകളിൽ നിന്ന് 5000-ഓളം ആളുകൾക്ക് ഉപയോഗിക്കാൻ മാത്രം ജലധാര ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അവിടുന്ന് ആകാശഗംഗയിലേക്ക് നോക്കി ചന്ദ്രനോട് പിളരാൻ ആക്ഷം കാണിച്ചപ്പോൾ ചന്ദ്രൻ 2 കഷ്ണമായി പോയിട്ടില്ലായിരുന്നുവെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകരാണെന്നതിൻ്റെ തെളിവ് അവിടുന്ന് സൃഷ്ടിച്ച മഹാജനസഞ്ചയമാണെന്ന് പഠനവിധേയമായി സമർത്ഥിച്ച മഹാപണ്ഡിതരുണ്ട്. അവിടുന്ന് സൃഷ്ടിച്ച മഹാസഞ്ചയം ഈ വേദിയിലേക്ക് കടന്നു വന്ന ഓരോരുത്തരും വലതുകാലം മുന്നിൽ വെച്ചാ കയറി വന്നേ. മുത്ത് റസൂൽ അങ്ങനെ അവരോട് പറഞ്ഞ്, ഇവിടെ എഴുന്നേറ്റ് നിന്ന ഓരോരുത്തരും സലാം പറഞ്ഞാണ് പ്രഭാഷണം തുടങ്ങിയത്. ഹബീബുന റസൂലുള്ളാഹി അങ്ങനെ അവരോട് പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇടതുകാൽ മുന്നിൽ വെക്കുന്നു. ഭക്ഷണം കഴിക്കുന്നത് വലത് കൈകൊണ്ടാണ്, കൊടുക്കുന്നതും വാങ്ങുന്നതും വലത് കൈകൊണ്ടാണ്. കുളിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഹബീബായ നബിതങ്ങൾ ഓർത്തിട്ടാണ്. തൻ്റെ അടിയന്തരാവശ്യമാകുന്ന വിസർജനാദി കർമ്മങ്ങൾക്ക് വേണ്ടി ടോയ്ലറ്റിൽ കയറുന്നത് മഹാനായകൻ 1500 വർഷം മുന്നേ ലോകചരിത്രത്തിലെ പ്രഫുല്ലമായി സന്തോഷിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെ ടോയ്ലറ്റിൽ കയറി എന്ന വിചാരത്തോടു കൂടെയാണ് അവിടെ ഇരിക്കുന്നതും ശൗചം ചെയ്യുന്നതും ഇറങ്ങി വരുന്നതും ശേഷം ദിക്ർ ചെല്ലുന്നതും പിന്നീട് കൈ ശുദ്ധീകരിക്കുന്നതും. ഓരോ ചലനവും എന്തിനധികം സ്വന്തം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് പോലും, ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലും ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ചെയ്തു എന്നതിനെ കുറിച്ച് കൃത്യമായി വിലയിരുത്തിയിട്ടാണ്, അനുകരിച്ചിട്ടാണ് ലോകത്തിൻ്റെ ആധുനാധുന കാലത്ത് ജീവിക്കുന്ന അമേരിക്കക്കാരൻ, ലണ്ടനുകാരൻ, ഇന്ത്യക്കാരൻ, കാശ്മീറുകാരൻ, ലോകത്തിൻ്റെ ഏതു ഭാഗത്തുള്ള മുഅ്മിനും അവൻ്റെ ശ്രദ്ധയും അവൻ്റെ ചിന്തയും ഹബീബായ റസൂൽ എങ്ങനെ ജീവിച്ചു എന്നതാണ്. ഈ അടുത്ത കാലത്ത് ജീവിച്ച ഗാന്ധിജിയെ പറ്റി നമുക്കങ്ങനെ പറയാൻ പറ്റൂ. അദ്ദേഹം ശിവഗിരിയിലേക്ക് വന്നിട്ടുണ്ട്, എങ്ങനെ കയറി നമുക്കറിയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതം കസ്തൂർബയുമായി എങ്ങനെയായിരുന്നു നമുക്കറിയാൻ പറ്റുമോ? അല്ലി മൂഷിത്ര ദീനിക്കും മന്നാദിഹില്ലു മേറ, ഈ ചുമന്ന പെൺകുട്ടിയിൽ നിന്ന് നിങ്ങളുടെ ദീനിന്റെ പകുതി ഭാഗം പഠിച്ചെടുക്കണമെന്ന് ആയിഷത്തു സിദ്ദീഖ എന്ന ചരിത്രത്തിലെ ഉജ്ജ്വല താരകത്തെ നോക്കി ഹബീബിന മുഹമ്മദ് റസൂലുള്ളാഹി പറയാണ്. എന്തുകൊണ്ട്? ഒരൊറ്റ കാര്യം പോലും, ഒരു നിമിഷം പോലും റസൂല് കൊണ്ടുവന്നതല്ലാതെയാകരുത്. ഇത് കേവലം പ്രവചനമല്ല, കേവലം ഊഹമല്ല. അതങ്ങനെ പാലിക്കുന്ന കോടാനക്കോടി മുഅ്മിനീങ്ങൾ ലോകത്തിന്നുണ്ട്, എന്നും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവുകയും ചെയ്യും. ഇത് മുത്ത് റസൂലിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ ഒരു മഹായാഥാർത്ഥ്യത്തിലേക്ക്, ഏറ്റവും യുക്തമായ പ്രമാണങ്ങളിലേക്ക് ഒരിക്കലും ആർക്കുമേ വിമർശിച്ച് തകർക്കാനാവാത്ത ആദർശത്തേക്ക്
എല്ലാവിധ യുക്തി ലിബറൽ ചിന്തകളും മാറ്റിവെച്ച് പരലോകത്തെക്കുറിച്ച് വിചാരം വെച്ച് ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ച് മരണത്തെക്കുറിച്ച് ഓർത്ത്. പക്ഷെ ഖുർആനിന്റെ ഏറ്റവും അവസാനത്തെ വചനം സൂറത്തുൽ ബഖറയുടെ 281, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു. ആ ദിവസത്തെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെന്നാണ് എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും, ദീനീ സംരംഭങ്ങളോടൊന്നും അത്രമേൽ താല്പര്യം കാണിക്കാതെ യുക്തിചിന്തയുടെ ഭാഗമായി മാറി നിൽക്കുന്ന എല്ലാവരെയും ഇസ്ലാമിൻ്റെ വിശുദ്ധമായ ധവളമായ മനോഹരമായ പാതയിലേക്ക് ക്ഷണിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.